നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം അതിൻ്റെ മാഹാത്മ്യം 6-ാമത്തെ അധ്യായം യജ്ഞവിധി പറയണു. അതിൽ 47-ാമത്തെ ശ്ലോകം, 47, 48, 49 സാധാരണ നമ്മൾ വായിക്കുന്ന ആ പുസ്തകത്തിലുണ്ടാവില്ല. വ്യാഖ്യാനത്തിൽ അതുണ്ടാകും, അത് വായിക്കാം. 13-ാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ പറയണു. ഓം വൃന്ദാകം ച കലഞ്ചം ച ദഗ്ധമന്നം അസൂരിക നിഷ്പാവാദ്യാമിഷം ചൈവ വർജയേദ്യ കഥാവൃതിയും. ഈ ലഹരിയും ആദികളൊന്നും ഉപയോഗിക്കരുത്. പിന്നെ വഴുതിനങ്ങ, അതേപോലെ കരിഞ്ഞത് ആഹാരം പാചകം ചെയ്യുമ്പോൾ കരിയ, അങ്ങനെയുള്ള അതൊന്നും പാടില്ല. പിന്നെ ഇപ്പോൾ ഇതിൽ വ്യാഖ്യാനം പറയണത് കയ്പ്പയ്ക്ക, അവരയ്ക്ക എന്നൊന്നും പാടില്ല എന്നാണ്. മാംസഭക്ഷണാദികൾ എന്തായാലും പാടില്ല. ലഹരി മരുന്ന് എന്തായാലും പാടില്ല. അതേപോലെ ഈ കയ്പ്പയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അത് അറിയില്ല, ചിലതങ്ങനെയാവാൻ. നമുക്ക് അതിൻ്റെ രാസപദാർത്ഥത്തിൻ്റെ ഈ ശരീരത്തിനെ ബാധിക്കുന്ന ഘടകം എന്താണോ അത് ദോഷമായിട്ട് വരുമോ അതറിയില്ല. അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ചെയ്യുക, അതില്ലെങ്കിൽ അത് ഉപയോഗിക്കാം. അങ്ങനെ അത് അത്രയും അതിന് കണക്കാക്കണ്ടു. അല്ലാണ്ട് ഭാഗവതത്തിൽ അത് പറഞ്ഞു വിചാരിച്ചിട്ട് പരിഭ്രമിക്കണ്ട. നമ്മൾ സാധാരണ എന്താണോ ഉപയോഗിക്കുന്നത് അത് ഈ കഥാവിഘ്നകാരകമാവുന്നില്ലെങ്കിൽ അത് ഉപയോഗിക്കാം എന്ന് സാരം. അതാണ് പലാണ്ടും ലശുനം ഹിംഗു മൂലകം ഗുഞ്ചനം ഗൃഞ്ചനം തഥാ നാളിക മൂല കൂഷ്മാണ്ഡം നൈവാദ്യാദ്യ കഥാവ്രതി. ചുവന്നുള്ളി, വെളുത്തുള്ളി, കായം, പിന്നെ മുള്ളങ്കിയും മുരിങ്ങക്കായ, താമര വലയം, കുമ്പളങ്ങ മുതലായവ ഭക്ഷിക്കരുത് എന്നാണ്. അപ്പോൾ നമ്മളത് അത്ര കണക്കാക്കണ്ട. കാരണം കുമ്പളങ്ങയൊക്കെ കൂട്ടാറുണ്ട് നമ്മൾ. അത് എത്രയേ ഉള്ളൂ, ഉത്തേജനം ഉണ്ടാകുന്ന രീതിയിൽ ഉള്ളത് ഭക്ഷണത്തിനെ കഴിക്കരുത്, അത്രയേ ഉള്ളൂ. ശ്രീ ഗുരുവായൂരപ്പ. ഈ ചിലത് അന്ധവിശ്വാസം, ചിലത് വിശ്വാസം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ അതിൻ്റെ ഒരു കഥയില്ല. നമ്മൾ സാധാരണ എന്താണോ ചെയ്യേണ്ടത് വെച്ചാൽ അതൊക്കെ ചെയ്തോളാം. നമ്മുടെ ഉള്ളിൽ ഈ അധികമായിട്ടുള്ള വിചാര വികാര വിക്ഷോഭാദികൾ ഉണ്ടാവരുത് എന്ന് കഥ കേൾക്കുന്ന സമയത്ത്, വായിക്കുന്ന സമയത്ത് ഒരു ബോധം നമുക്ക് വേണം. അതിനനുസരിച്ചുള്ള ഭക്ഷണമേ കഴിക്കാവൂ. ദ്വിപാചിതം സൂതകാന്നം ലവണം തഥാ മത്സ്യ മാംസ മജാദുഗ്ധം പല്വലോദം ച വർജയത്. 2 പ്രാവശ്യം വേവിച്ച ഒരു സാധനം അതെന്തായാലും കഴിക്കണ്ട. കാരണം രാവിലെ ഒന്ന് വെച്ചു, പിന്നെ രണ്ടാമതൊന്ന് ചൂടാക്കി വൈകുന്നേരം കഴിച്ചു. രണ്ടാമത് ചൂടാക്കിയാൽ തന്നെ ആ സാധനം കേടുന്നു. ഇന്നത്തെ ഒരു ശീലം തന്നെ അതാ, ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, ചൂടാക്കുക, കഴിക്കുക. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല എന്നാ നിയമം. അതെന്തോ ആയിക്കോട്ടെ, എന്തായാലും രണ്ടാമത് ചൂടാക്കിയത് കഴിക്കണ്ട. പിന്നെ ഈ പുലാപാലായ്മ, പുറത്താവല, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അശുദ്ധി പലതരത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അശുദ്ധി ഉള്ളവർ വെച്ചുണ്ടാക്കിയത് കഴിക്കണ്ട. അതേപോലെ അശുദ്ധ ഉള്ളവരുമായിട്ട് ബന്ധമൊന്നും വേണ്ട. പിന്നെ ഇപ്പോൾ ഈ ഉപ്പ്, ഇന്ദുപ്പ് കഴിക്കണ്ട എന്നാണ്. അതും നമുക്ക് അത്ര പറ്റുമെന്ന് വെച്ചില്ല. പിന്നെ മത്സ്യമാംസാദികൾ, അതുപോലെ ആടിൻ്റെ പാല് കഴിക്കണ്ട എന്നാണ്. ആടിൻ്റെ പാല് കഴിക്കണ്ട എന്ന് പറയുന്നതിൻ്റെ കാര്യത്തിലേ ഉള്ളൂ, ഉത്തേജകം വരും. പിന്നെ പല കണ്ടൻറ്റും അതിലുണ്ട് അത്രേ. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. അപ്പോൾ മരുന്നായിട്ട് നമ്മൾ അത് കഴിക്കാറുണ്ട്. വെളുത്തുള്ളി മരുന്നായിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. ചെറിയ ഉള്ളി അത് മരുന്നായിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ പലതും ഉണ്ട്. കായം, ഇതൊക്കെ സാധാരണ അല്ല വിഷയം. ഭാഗവത കഥ കേൾക്കുമ്പോൾ ഒരു സ്വസ്ഥത വേണം ശരീരത്തിന്. അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രകാരത്തിലൊക്കെ ചില നിയമങ്ങളെ വെച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും സുഖം കിട്ടുന്നു ഈ കേൾക്കാനിരിക്കുമ്പോൾ എങ്കിൽ അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ മിതമായിട്ട്, അതും ദാനം കൊടുത്തതിന് ശേഷം കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ല. പ്രസാദമായിട്ട് കഴിക്കുക. എത്ര കുറയ്ക്കാൻ പറ്റുമോ ലഘു ആഹാരം, അതിൽ വേറെ ഒന്നും അധികം അത് ഇതെന്ന് കുറേ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് സാരില്ല. ഭാഗവതത്തിൽ പറഞ്ഞു വിചാരിച്ച് പരിഭ്രമിക്കണ്ട എന്ന് സാരം. നമ്മളൊരു കോമൺ സെൻസ് കൊണ്ട് തീരുമാനമെടുത്താൽ മതി. ഇനി എന്തിനാണ് ഈ ഭക്ഷണത്തിൽ ഇങ്ങനെ നിയന്ത്രണം വെച്ചത് എന്നുള്ളതാണ്.
കാമം ക്രോധം മദം മാനം മത്സരം ലോഭമേവ ച ദംഭം മോഹം തഥാ ദ്വേഷം ദൂരയേച്ച കഥാവ്രതി. ഷഡ്വൈരി കാമം ക്രോധം ആഗ്രഹം എന്ന് സാരം. കാമം എന്ന് വെച്ചാൽ ആ കാമം മാത്രമല്ല, ദുരാഗ്രഹങ്ങളൊന്നും പാടില്ല. ആഗ്രഹങ്ങളൊക്കെ ആവാം, ദുരാഗ്രഹങ്ങളൊന്നും പാടില്ല, അത്രയേ ഉള്ളൂ. ചെയ്യാൻ പാടില്ലാത്തത്, ആ സമയത്ത് പാടില്ലാത്തത്, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ദുരാഗ്രഹങ്ങളൊന്നും വേണ്ട. അത് കിട്ടിയില്ല വിചാരിച്ചിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുക, കിട്ടിയില്ല വെച്ചാൽ ദുഃഖമായി. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ് ഈ ക്രോധം. അപ്പോൾ അതും വേണ്ട. കാമം ക്രോധം, കിട്ടിയത് പോരാ വിചാരിക്കേണ്ട, ലോഭം, അതും പാടില്ല. കാമം ക്രോധ ലോഭ മോഹം. ഞാൻ ഈ ദേഹമാണെന്നുള്ള ബോധത്തോടു കൂടി ഇരിക്കരുത്. കഥ കേൾക്കേണ്ടത് ഞാൻ ജീവനാണ് എന്ന നിലയ്ക്കാണ് ഇരിക്കേണ്ടത്. പിന്നെ മതം, ഞാൻ എന്നുള്ള ബോധം. ഇതിപ്പോൾ ഞാനാണ് ഉണ്ടാക്കിയത്, ഞാനാണ് വായിക്കുന്നത്, ഞാനാണ് ആചാര്യൻ, ഞാനാണ് മുഖ്യ ശ്രോതാവ്, ഞാൻ ഉണ്ടാവുകൊണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയത്. ഇങ്ങനെ പലതരത്തിൽ പലരും വിചാരിക്കുക. അതൊന്നും വേണ്ട. മതം വേണ്ട, മത്സരവും വേണ്ട. നിർമ്മത്സരാണാം സദാ. വാസ്തവം വസ്തു അത്ര ശിവദം. ശിവ ഏറ്റവും മംഗളം പറയുന്നതാണ്, മംഗളം തരുന്നതാണ് ഈ ഭാഗവതം. അപ്പോൾ അതിനനുസരിച്ച് അത് ചെയ്യാവൂ. പഞ്ചേന്ദ്രിയങ്ങളെ അടക്കണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. മനസ്സിനെ, ചഞ്ചലചിത്തമാണ് നമ്മുടെ, അതിനെ അടക്കണം എന്ന് പറഞ്ഞു. അതേപോലെ വിശപ്പ് ദാഹം സഹിക്കാൻ പറ്റാവുന്ന രീതിയിലേ സഹിക്കണ്ടു. അമിതമായിട്ട് സഹിക്കേണ്ട, അമിതമായിട്ട് ആഹാരം കഴിക്കുകയും വേണ്ട. വെള്ളം കുടിക്കുക, ആഹാരം കഴിക്കുക, അതൊക്കെ കുറച്ചേ പാടും. പിന്നെ ജരാനര, അത് നമ്മളെ സംബന്ധിച്ച് മാർഗമില്ല, വന്നോളും അതാത് സമയത്ത്. ജരാനര ഉള്ളവരാകും 90%, 95%, അല്ല 99% ആയിരുന്നു ഇപ്പോൾ. ഭാഗവതത്തിന് മുമ്പിൽ കുട്ടികളെ തീരെ കാണാറില്ല. വലിയ സങ്കടമാണ്. ഭാഗവതം കഴിഞ്ഞ് എന്തെങ്കിലും പരിപാടി ഉണ്ടെച്ചാൽ കുട്ടികൾ വരും, എന്തെങ്കിലും കാരണവും പറയും. സ്കൂളിലെ ദിവസം പോട്ടെ, അത് കഴിഞ്ഞാലും പിന്നെ സമയമൊക്കെ ഉണ്ട്, പക്ഷേ വരില്ല. അതെന്ന് പറയും. ആ കാരണം അത്ര ശരിയാന്ന് തോന്നാറില്ല. ഒരു കളവ് പറയാണ് കൂടുതലേ, കാരണം കുട്ടികൾ പറഞ്ഞാൽ കൂട്ടാക്കണില്ല. അതിൻ്റെ കാരണം ഇതാണ്, നിർബന്ധിച്ച് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. പല തടസ്സങ്ങളാണ്. തടസ്സം എന്താണെന്നുള്ളത് ചോദിക്കണ്ട, തടസ്സങ്ങളുണ്ട്. ആ തടസ്സത്തിനെ നമ്മൾ എങ്ങനെയൊക്കെ നീക്കാൻ പറ്റുമോ അത് നീക്കുക തന്നെ വേണം. പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ. ആദിവ്യാധി നമുക്ക് മനസ്സിനെയും ശരീരത്തിനെയും ബാധിക്കുന്നതാണ്. കുട്ടികൾക്ക് ഇതേപോലെ ഈ സാത്വികമായിട്ടുള്ള ബുദ്ധി വന്നിട്ടില്ലെങ്കിൽ, കുട്ടികൾ സ്വഭാവം ദൂഷിച്ചിട്ട് നമ്മളെത്രയോ രക്ഷിതാക്കൾ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കരുത്. ഈ കുട്ടിയെ കേടുവരുത്താൻ അടുത്ത കുട്ടികളുണ്ട്, അല്ലെങ്കിൽ അടുത്ത സമൂഹം ഉണ്ട്, അങ്ങനെയുണ്ട്. ദുഷിച്ച സമൂഹം ഉണ്ട് ഇവിടെ പുറത്ത്. അപ്പം നമ്മൾ നമ്മുടെ കുട്ടികളെ ഇത് ബോധവൽക്കരിക്കുക തന്നെ വേണം. അത് ഇത്തിരി നാണം പോയാലും മാനം പോയാലും കുഴപ്പമില്ല. ചിലപ്പോൾ കുട്ടികൾ ചീത്ത പറയും, ചീത്ത പറഞ്ഞോട്ടെ, അവരെന്തെങ്കിലും ചില വാശി പിടിക്കുക, അങ്ങനെ ചെയ്യാനൊക്കെ ചെയ്യും. പക്ഷേ കുട്ടിയാണ്, അപ്പോൾ കാരണം നമുക്ക് ഒരു പരിധി കടന്നിട്ട് ആ കുട്ടികൾ ചെയ്യില്ല. മുതിർന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് അക്രമമാവും. നമുക്ക് സഹിക്കാൻ പറ്റില്ല, നമുക്ക് തടുക്കാനും പറ്റില്ല. ഇപ്പോൾ തടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും കുട്ടികളോട് പറഞ്ഞ് ചെയ്യിക്കുക. കുറച്ച് നേരം ഇന്ന് വായിക്കൂ എന്ന് നിർബന്ധമായിട്ട് പറയുക, ചെയ്യിക്കുക. ആരോഗ്യമൊക്കെ ഉണ്ടാവും, ആയിക്കോട്ടെ, ആരോഗ്യം ഉണ്ടായിക്കോട്ടെ. പേരക്കുട്ടികളോട് പറയുക. അപ്പോൾ മക്കൾ തടുക്കും. മക്കളോടും പറയുക, നിങ്ങളും വായിക്കണം പറയുക. ആരോഗ്യം ഉണ്ടാവും, ആയിക്കോട്ടെ, ആരോഗ്യം ഉണ്ടായിക്കോട്ടെ. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ആരോഗ്യമായാലും വിരോധമില്ല. അങ്ങനെ ഒരു ബോധത്തിലെത്തണം എല്ലാവരും. അതേപോലെ ഒരു തരത്തിലും ഈ ഭാഗവതവുമായിട്ട് യാതൊരു താല്പര്യവും ഇല്ലാത്ത ആളുകൾ നമ്മൾ പലതരത്തിലും സഹായിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ, നമ്മളെ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഏതെങ്കിലും തരത്തിൽ നമ്മളെ ഭാഗവതത്തിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ലൂപ്പ് ഹോൾ ഉണ്ടോ, നമുക്ക് ചില വീക്ക്നെസ്സുകളൊക്കെ ഉണ്ടോ. ഈ വീക്ക്നെസ് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതിനെ പ്രവർത്തിക്കും. അപ്പോൾ അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ? അങ്ങനത്തെ ആളുകളായിട്ട് ഇനി എത്ര നല്ല ആളായാലും ശരി വേണ്ട, ഒഴിവായിക്കോളും. അതുകൊണ്ടുണ്ടാവുന്ന നഷ്ടം പരമാവധി ഇത്രയേ വരുള്ളൂ. അയ്യോ, അത് സമൂഹത്തിലെ വലിയ ആളാണ്, ആയിക്കോട്ടെ, ആ വലിയ ആളായിട്ട് ചോദിക്കും വേണ്ട. കാര്യം നടക്കില്ല, വേണ്ട, കാര്യം നടക്കണ്ടെന്നേ. നടക്കണോ നടക്കണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് ഭഗവാനാണേ. അപ്പോൾ കുട്ടികളെ വഴി തെറ്റിച്ചത് മുതൽ നമ്മൾ വഴി തെറ്റിയവരാ. ഇപ്പോൾ ഉള്ള ഒരു 100 വയസ്സുള്ള വരെയുള്ള പലരും, അല്ലെങ്കിൽ
തലമുറ മരിച്ചു പോയവരും അല്ലെങ്കിൽ 1-2 തലമുറ മരിച്ചു പോയവരും വഴി തെറ്റിക്കപ്പെട്ടവരാ. ഒരു തലമുറ എന്തായാലും അതെ, അതിൽ രക്ഷപ്പെട്ട് വന്നവരാണ് ഇതിങ്ങനെ കൊണ്ടു നടക്കണത്. അതും ഇപ്പോൾ എന്നെ പോലുള്ളവരൊക്കെ കാശ് കിട്ടാൻ വേണ്ടിയിട്ട് ഭാഗവതം വായിക്കണം ഗുരുവായൂരപ്പ. കാരണം അങ്ങനെയാണ്, നിവൃത്തിയില്ല. പക്ഷെ എന്നാലും ഭാഗവതം വായിക്കണം. ഞാൻ കാശിന് വേണ്ടിയിട്ടല്ല, കാശ് കിട്ടണം നല്ല മോഹമുണ്ട്, അത് വേറെ വിഷയം. പറയാണ് ഭാഗവത ഉപാസകനായിട്ട്, ഭാഗവത പ്രചാരകനായിട്ട് ഭാഗവതത്തിൻ്റെ അർത്ഥം എല്ലാവർക്കും കൊടുക്കാൻ എനിക്ക് പറ്റുന്നത്, ഞാൻ പഠിക്കാത്ത ആളെ എനിക്ക് പറ്റാവുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ അത് ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുമ്പോൾ എന്നെ തടുക്കുന്നവരാണ്, എൻ്റെ ആ പ്രയത്നത്തിനെ വിമർശിക്കുന്നവരാണ്, അതിനെ തടയുന്നവരാണ്. അപ്പോൾ എനിക്ക് അവരോട് താല്പര്യം ഉണ്ടാവില്ല. ഞാൻ ഭഗവാന് വേണ്ടിയിട്ടാണ്, ഭഗവാന്റെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യേണ്ടത്. അതെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതിൻ്റെ അനുഭവം സത് അനുഭവം ഞാൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്കും അറിയാം എൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നല്ലോ. അപ്പം നമ്മൾ ആ രീതിയിൽ ആചാര്യൻ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാവണം, സ്വാനുഭവം വെച്ച് പറയണം. സാത്വികതയിലേക്ക് എല്ലാവരെയും എത്തിക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. നമുക്ക് വേറെ ഒരു ദുരുദ്ദേശവും ഇല്ല, ഒരു സ്വാർത്ഥവും ഇല്ല, ഒരു തിന്മയില്ല. സാത്വികം മാത്രമാണ്. ഇതിനെ അറിയാം, നമ്മളെ തടുക്കുന്നവർക്ക് അതറിയാം. എങ്കിലും അവർ തടുക്കുന്നത് അവരുടെ ചില സ്വാർത്ഥ തിന്മകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ബന്ധുക്കളാവാം, ചിലപ്പോൾ വളരെ വേണ്ടപ്പെട്ടവരാവാം. കാരണം അവർ അതിൽ പെട്ടുപോയി. അതുകൊണ്ടാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നേരെയാവണമെന്ന് നമ്മൾ വിചാരിക്കണു, പക്ഷെ അവർ വിചാരിക്കണില്ല. അവർക്ക് അവരുടെ അപ്പോഴത്തെ കാര്യം മാത്രം. ഇന്നത്തെ വിഷയങ്ങളൊക്കെ അങ്ങനെയാണ്. ഭാഗവതം പറയണത് അതാ, പ്രസൻറ്റ് ടെൻസിൽ ജീവിക്കൂ എന്നാണ് പറയണത്. പ്രസൻറ്റ് ടെൻസിൽ ജീവിക്കേണ്ടത് സാത്വിക ഭാവത്തിലാണ്. ശുദ്ധസത്വത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ സാത്വിക ഭാവത്തിൽ പ്രസൻറ്റ് ടെൻസിൽ ഇപ്പോൾ ഈ സമയത്ത് ജീവിക്കൂ, ഭൂതവും ഭാവിയും ചിന്തിക്കേണ്ട എന്ന് ഭാഗവതം പറയണതാ. പക്ഷേ അത് നമ്മൾ വളച്ചൊടിച്ചിട്ട് എൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്യനെ ദ്രോഹിക്കുക മാത്രമല്ല, ചിലപ്പോൾ ഹിംസിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നവരുമായിട്ട് കൂട്ടും വേണ്ട. അത് എത്ര വേണ്ടപ്പെട്ടവരായാലും ബന്ധുക്കളായാലും. അതാണ് അതിൻ്റെ ഭാഗവതം പറയുന്നത്. അങ്ങനെയാണ്. അത് വിചാരിച്ചിട്ട് ഒറ്റപ്പെടുന്നില്ല. എത്രയോ ആളുകൾ ഭാഗവതത്തിൻ്റെ കൂടെ ഭാഗവതം ഇഷ്ടപ്പെടുന്നവർ ഭാഗവതന്മാരായിട്ട്, അപ്പോൾ അവരായിട്ടാണ് ബന്ധം ഉണ്ടാവുക. അത്രയേ ഉള്ളൂ. നമുക്ക് വേണ്ടത് എന്താണ്? സാത്വികതയാണ്. അത് എല്ലാവരിലേക്കും എത്തിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബന്ധു എന്ന് വിചാരിക്കുന്നവരല്ല നമ്മുടെ ബന്ധു. നമ്മുടെ ബന്ധു സാത്വികരായിട്ടുള്ളവരാണ് നമ്മുടെ ബന്ധു. അവരെ വളർത്തുകയാണ് വേണ്ടത്. അടുത്ത തലമുറയിലെങ്കിലും ഈ 3 തലമുറയ്ക്ക് വന്നതായിട്ടുള്ള ഈ ഒരു ചുതി, അത് നമുക്ക് നിർബന്ധിക്കാനൊന്നും ഒരു വകുപ്പുമില്ല. ഒരാളെയും നിർബന്ധിക്കുകയും വേണ്ട. പറഞ്ഞുകൊണ്ടേയിരിക്കുക. കേട്ട് അവർ അതിലേക്ക് എത്തണം. സ്വയമേവ വരുന്നതിനേ പ്രാധാന്യമുള്ളൂ. നിർബന്ധിച്ച് ചെയ്താൽ അതിനൊരു ഫലമില്ല. പക്ഷേ ഇങ്ങനെയാവാം, പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിക്കുക, ബോധത്തിലെത്തിക്കുക. അപ്പോൾ ഇത് വേണം. ഇങ്ങനെ വിദ്വേഷാദികൾ ഉള്ള ആളുകളുമായിട്ട് നമ്മൾ അടുക്കണ്ട. അവരെ ദൂരയേത് കഥാപ്രതി, കഥ ആഗ്രഹിക്കുന്നവർ അവരിൽ നിന്നും മാറി നിൽക്കണം. ഒന്നുകിൽ നമ്മൾ ഒഴിഞ്ഞു പോയാൽ മതി, അല്ലെങ്കിൽ അവരെ പുറത്തേക്ക് ആക്കണം. അത് ഏതാണോ നമുക്ക് പറ്റുക അത് ചെയ്താൽ മതി. ചണ്ട കൂടണ്ട, വഴക്കടിക്കണ്ട, വാശി പിടിക്കണ്ട. നീയാണ് പോയാലേ ഞാൻ ഇവിടെ ഭാഗവതം വായിക്കുള്ളൂ, നിന്നെ ഇതാ പറഞ്ഞേക്കാനുള്ള ആൾക്കാരെ ഞാൻ വരുത്തും, ഇങ്ങനെ ഒന്നും പറയരുത്. നമ്മൾ വാതിലടച്ചിരുന്നോളാം, വായിച്ചോളാം. ഒരാളെയും നമുക്ക് ശല്യപ്പെടുത്താൻ പാടില്ല. കുട്ടികളിരുന്ന് വായിക്കുമ്പോൾ പഠിക്കുകയാണ്, അവർ പരീക്ഷയ്ക്ക് ഇരുന്ന് പഠിക്കുക. നമ്മൾ ഉറക്കിരുന്ന് വായിക്കരുത്. അത് ഭഗവാനും ഇഷ്ടമല്ല, കുട്ടികൾക്ക് ഇഷ്ടമല്ല, കുട്ടികളുടെ അച്ഛനമ്മമാർക്ക് ഇഷ്ടമല്ല. നമ്മുടെ മക്കളാ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് തന്നെ നമ്മൾ ചെയ്യാവൂ. നമ്മൾ ഇതാണ് ശരി എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടികളുടെ പഠനം അവരെപ്പോഴാണോ പഠിക്കാമെന്ന് അവർക്ക് അറിയില്ല. നമ്മൾ 6 മണി ആയിട്ടോ സമയം, ഇനിയിപ്പോൾ വേറെ ഒന്നും പഠിക്കണ്ട, അത് വന്ന് ഇരുന്ന് വായിച്ചോ എന്ന് പറയണമെന്ന് ഞാൻ പറയില്ല.
അവർക്ക് പഠിക്കാൻ തോന്നുന്നത് 6 മണിക്കാണെങ്കിൽ അവരിന്ന് പഠിച്ചോട്ടെ, അത് കഴിഞ്ഞിട്ടോ അതിന് മുന്നേ അവരെ കൊണ്ട് ചെയ്യിക്കുകയേ പാടൂ. കാരണം വേണമെന്ന് തോന്നിയിട്ട് ചെയ്യുന്ന ആ പ്രവൃത്തിക്ക് ഫലം 100 ഇരട്ടിയാണ്. അപ്പോൾ അവർക്ക് താല്പര്യപ്പെട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഭാഗവതം വായിക്കാൻ പറഞ്ഞാൽ അതിനെ നമ്മൾ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഭഗവാന് ഇഷ്ടമല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യിക്കാം, അതിൻ്റെ മുന്നേ ചെയ്യിക്കാം. മുന്നേ ചെയ്യിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ കഴിഞ്ഞിട്ട് ചെയ്യിക്കാം. ഇങ്ങനെ പ്രസൻറ്റ് ടെൻസിൽ ജീവിക്കണം. അതാണ് പ്രസൻറ്റ് ടെൻസ്. ഞാൻ എൻ്റെ വാശി നടപ്പാക്കാൻ, എൻ്റെ കേമത്രം അതിന് ചിന്തിക്കുകയരുത്. അങ്ങനെ ചിന്തിച്ചാൽ കഴിഞ്ഞു. അതാണ് നമുക്ക് പറ്റിയ അബദ്ധം. മാത്രമല്ല പറഞ്ഞു കൊടുക്കുകയും വേണം. ഇത് എന്തിന് എന്നുള്ളത് അറിയാതെ കണ്ട് ആരും ഒരു പ്രവൃത്തിയും ഈ എഡ്യൂക്കേറ്റഡ് ആണ് നമ്മളൊക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്, ഗ്രാസ്പിംഗ് പവർ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് വിഷമമുണ്ടാവരുത്, അനുകരിക്കത്തക്കതാവണം. ഭാഗവതന്മാർ നിർബന്ധമായിട്ടും ഒരു കാരണവശാലും ഒരാളെയും വിഷമിപ്പിക്കരുത്. ശബ്ദം കേൾക്കാൻ പറ്റാത്ത കിടപ്പ് രോഗികൾ അങ്ങനെയുണ്ട്. അവരെ ഉറക്കുറക്കെ വായിച്ച് കേൾപ്പിക്കണ്ട. അവരെ എന്ത് ചെയ്യണ്ടു? തൊട്ട് നമ്മൾ മനസ്സിൽ വായിച്ചാൽ മതി. അതായത് ഈ ഭാവഗ്രാഹി ജനാർദ്ദന താതാത്മ്യം വരും. മനസ്സ് ജീവൻ തമ്മിൽ താതാത്മ്യം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെവി കേൾക്കാത്തയാൾക്ക് നമ്മൾ ഉറക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്ന കൂട്ടത്തിൽ ചെവിക്ക് രോഗമുള്ള ഒരാളുടെ അടുത്തിരുന്നിട്ട് ഇത് പറയണ്ട. അതേപോലെ ഇതിനോട് വിദ്വേഷം കാണിക്കുന്ന ഒരാൾ കിടപ്പ് രോഗിയാണ്. അപ്പോൾ നമ്മൾ അയാൾക്ക് വേണ്ടിയിട്ട് ഈ പുണ്യപ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ കേൾക്കച്ചിലെ ഉറക്കയാൽ കിടക്കുക, ഒന്നും മാർഗമില്ല, പറയാനും കൂടി മാർഗമില്ല. അപ്പോൾ നമ്മൾ ഉറക്കം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെറ്റുകാരാവും. നമ്മൾ മനസ്സിൽ വായിച്ചാൽ മതി, ഈ ഫലം അവിടെ കിട്ടും. അതങ്ങനെയാണ്, അതിൻ്റെ നിയമം അതാ. അതേപോലെ കേൾപ്പിക്കണം എന്ന് വരികയാണെങ്കിൽ അങ്ങനെയുണ്ട്, കേൾപ്പിക്കണം, അങ്ങനെ ഒരു നിയമമുണ്ട്, ഒരു ശിക്ഷയായിട്ട്. അപ്പോൾ ആ സമയത്ത് കേൾപ്പിക്കുക തന്നെ വേണമെന്നാണ് ശിവപുരാണത്തിലെ മഹാത്മ്യത്തിൽ അതാ പറഞ്ഞിരിക്കുന്നത്. ചഞ്ചുളയുടെ ഭർത്താവിനെ തുമ്പുരു എന്ന ഗന്ധർവൻ വന്നിട്ട് കെട്ടിയിട്ടു. തോളത്തിന് മുകളാവുന്ന എനിക്ക് തോന്നുന്നത്, മരം പിന്നതാന്ന് പറഞ്ഞിട്ടില്ല, ഓർമ്മയില്ല എനിക്ക്. അതിൻ്റെ മുകളിലാണ് കെട്ടിയിട്ടു, അനങ്ങാൻ പറ്റാത്ത രീതിയിൽ. എന്നിട്ട് ശിവപുരാണം മുഴുവൻ വായിച്ചു. അപ്പോൾ ഇത് കേൾക്കാതെ ത്രാണിയില്ലാത്ത ഒരാളാണ്. അപ്പോൾ കെട്ടിയിട്ട് കേൾപ്പിച്ചു. വാത്യാരൂപധരണ, തുമ്പുരുവിനെ കെട്ടാൻ പറ്റും, നമുക്ക് കെട്ടാൻ പറ്റില്ല. തുമ്പുരു കെട്ടിയിട്ടു. പാർവതിയുടെ ഓർഡറാ. ചഞ്ചല പറഞ്ഞിട്ട് പാർവതി തുമ്പുരുവിനെ വിളിച്ചിട്ട് ഇത് ശിവപുരാണം കേൾപ്പിച്ച് അയാളെ മുക്തനാക്കി കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. ശരി അമ്മേ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വാത്യാരൂപധനായിട്ട് വലിയ ഒരു രൂപത്തിൽ നിൽക്കുക, അടക്കി പിടിച്ച് കെട്ടിയിട്ടു. എന്നിട്ട് ശിവപുരാണം മുഴുവൻ കേൾപ്പിച്ചു. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ വേണ്ട രീതിയിൽ എടുത്തുകൊണ്ട് അത് ചെയ്യണം. ഇപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ സാരം, നമ്മൾ അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല, അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല, കുറേ നിയമങ്ങൾ പറഞ്ഞു. അത് നമ്മുടെ യുക്തിക്കനുസരിച്ച് പല വഴിക്ക് ചിന്തിക്കുക. എല്ലാം ചിന്തിച്ചിട്ട് ആർക്കും ദോഷമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട്. അത് അങ്ങനെ അല്ലെങ്കിൽ അതിനും ഒരു ദോഷമുണ്ട്. അപ്പോൾ ആ ദോഷം നമ്മളെ ബാധിക്കരുത്. കാമം ക്രോധം മദം മാനം മത്സരം ലോഭമേവച ദംഭം മോഹം തഥാ ദ്വേഷം ദൂരയേച്ച കഥാവ്രതി. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കണം, ഇങ്ങനെയുള്ള ഭാവത്തെ നമ്മിൽ നിന്നും ഒഴിവാക്കണം. അപ്പോൾ ഈ ഭാവം നമ്മിൽ വരാത്ത രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചോളാം. ഇങ്ങനെ 50-ാമത്തെ ശ്ലോകം പറഞ്ഞു. ഇനി വേദ വൈഷ്ണവവിപ്രാണാം ഗുരു ഗോവ്രതിനാം തഥാ സ്ത്രീരാജമഹതാം നിന്ദാം വർജയേദ്യ കഥാവ്രതി. അടുത്തത് ഒരു നിയമത്തെ പറയാം. കഥ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾ, കഥ പറയാൻ ആഗ്രഹിക്കുന്ന ആൾ വേദത്തെ നിന്ദിക്കുന്നവരെ അവരെ ഇതിലേക്ക് കൂട്ടണ്ട. നാരദൻ തുടങ്ങിയിട്ടുള്ള മഹാഭക്തന്മാരായിട്ടുള്ള മഹർഷിമാരെ നിന്ദിക്കുന്നവരെ, നാരദനെ പലതരത്തിൽ നമ്മൾ ചീത്തയായിട്ട് പറയാറുണ്ട്. അങ്ങനത്തെ ആളുകളോട് അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. നാരദൻ എന്ന് പറഞ്ഞാൽ നാരന്തം പരമാത്മകം ഇതിയാണ്.
എല്ലാ ജീവജാലങ്ങളെയും ഭഗവാങ്കൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അയാളിൽ എന്ത് ന്യൂനതയാണോ ഉള്ളത് ആ ന്യൂനത കുറയ്ക്കാൻ വേണ്ടിയിട്ട് അയാൾ നാരദൻ പറയുന്നതായിട്ടുള്ള ഒരു സൂത്രമാണ്. അതിനെ കോമാളിയായിട്ടും ആ രീതിയിൽ നമ്മുടെ ഈ ഭാഗവതത്തിലെ കഥാപാത്രങ്ങൾ ആരായാലും ശരി, അവർ കഥാപാത്രങ്ങളൊന്നുമല്ല, ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് മരണമില്ല, നമ്മുടെ ഒപ്പം ഉണ്ടവർ. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം അത് മനസ്സിലാക്കാനായിട്ട്, അവരെക്കുറിച്ച് പറയാനായിട്ട്. അങ്ങനെ നിന്ദിക്കുന്നവരെ, വിഷ്ണു ഭക്തന്മാരെ നിന്ദിക്കുന്നവരെ, ബ്രാഹ്മണരെ നിന്ദിക്കുന്നവരെ, ഭക്തന്മാരെ നിന്ദിക്കുന്നവരെ, ആചാര്യനെ, പശുക്കളെ, ഗുരുക്കന്മാരെ, ഇങ്ങനെ ഭക്തന്മാരായിട്ട് പല രീതിയിൽ നമ്മൾ ഭാഗവതം കേൾക്കാനും അങ്ങനെയുള്ള ആളുകളെയൊക്കെ നിന്ദിക്കുന്നവർ. അതേപോലെ പാതിവ്രതത്തെ നിന്ദിക്കുക. അതുപോലെ കുട്ടികളുടെ മനസ്സിനെ നിന്ദിക്കുന്ന പലരെയും കാണാറുണ്ട്. നീ പഠിക്കുക. കുട്ടികൾക്കൊരു മനസ്സുണ്ട്, അവർക്കൊരു സ്വാതന്ത്ര്യം വേണം. പഠിച്ചാൽ തന്നെയാണ് നേരെയാവുക, അല്ല എന്ന് പറയണില്ല. അതേപോലെ 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ, 10 വയസ്സ് വരെ എന്നാണ് പറയുക, എന്തായാലും ആയിക്കോട്ടെ, 15 വയസ്സ് വരെ അടിമയായിട്ട് വളർത്തണം, ഗുരുവായാലും അച്ഛനായാലും. അമ്മയ്ക്ക് മാത്രം ചെറിയൊരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിമയായിട്ട് വളർത്തണം എന്നാ. അപ്പോൾ ഈ എന്തിനാ അടിമയാക്കണത്? അപ്പോൾ കുട്ടിയുടെ സ്വാതന്ത്ര്യം എവിടെ പോയി? എങ്കിലും അതൊക്കെ ഒരു കുട്ടിയാണ്. ടീനേജ് സമയത്ത് തെറ്റിപ്പോവാതിരിക്കാനുള്ള അതെന്തോ അത് കൊടുക്കുകയും വേണം. അടിമയാക്കുകയും വേണം. ശിക്ഷിക്കരുത്, താടനാദി കാര്യങ്ങളൊന്നും ചെയ്യരുത്. എന്നാൽ 2 പിടച്ചാലേ നേരെയാവുള്ളൂ വെച്ചാൽ പിടയ്ക്കും ചെയ്യാം. അതിനൊക്കെ ഒരു കണക്കുണ്ട്. എപ്രകാരത്തിലാണോ ഈ യശോദാമ്മ കൃഷ്ണനെ അടിച്ചത്, അതേപോലെ മയിൽപ്പീലി എടുത്തു, അതിൻ്റെ തണ്ട് കളഞ്ഞു, എന്നിട്ട് അതിൻ്റെ ആരുണ്ടല്ലോ, ആ ആരിൻ്റെ കട പിടിച്ചിട്ട് അതിൻ്റെ തല കൊണ്ട് അടിച്ചു എന്നാണ്. അപ്പോൾ എത്രത്തോളം വേദനിക്കും? ഒട്ടും വേദനിക്കില്ല, തൊട്ടതായിട്ട് പോലും തോന്നില്ല. അങ്ങനെയേ അടിക്കാവൂ. അടിച്ചു എന്ന് തോന്നലേ പാടൂ. ഈ പാപ്പാന്മാർക്ക്, ആനയുടെ പാപ്പാന്മാർക്ക് ഒരു ട്രെയിനിങ് ഉണ്ട്. അടിക്കരുത് കേട്ടോ, അടിച്ചു എന്ന് തോന്നിക്കാനേ പാടൂ, ഓങ്ങേ പാടൂ. വടി താഴത്തേക്ക് വരരുത്, വടി മുകളിലേക്കേ പോകാവൂ. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. പാപ്പാന്മാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന അതിവിദഗ്ധന്മാരായിട്ടുള്ള ഈ ഗുരുക്കന്മാരുണ്ടായിരുന്നു. അവർ ബ്രാഹ്മണരൊക്കെ ആവും, അല്ലെങ്കിൽ രാജാക്കന്മാരാവും, അല്ലെങ്കിൽ അങ്ങനെ ഉയർന്ന ഇതിലിരിക്കുന്നവരാവും, ഡോക്ടർമാരൊക്കെ ആവും. അപ്പോൾ അതിനെന്താണ് എങ്കിൽ, ആനയെ ആദ്യം ഇതുപോലെ കുറച്ചൊരു ദേഹപീഡനമൊക്കെ ചെയ്തിട്ടാണ് വശത്താക്കുക. അപ്പോൾ ആ വശത്താക്കുമ്പോൾ അപ്പോൾ കൊണ്ടതായിട്ടുള്ള ഈ മർമ്മസ്ഥാനത്ത് കിട്ടിയ അടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിന് ഓർമ്മയുണ്ടാവുന്നതാണ്. 6 വയസ്സുള്ള ബുദ്ധി ഉണ്ട് ആനയ്ക്ക്. അപ്പോൾ ആ മർമ്മത്തിലേക്ക് ചൂണ്ടിയിട്ട് മർമ്മത്തിലേക്ക് അടിക്കാൻ പാകത്തിന് നമ്മൾ ഓങ്ങിക്കഴിഞ്ഞാൽ ആനയ്ക്ക് അടി കൊണ്ടതായിട്ട് പ്രതീതമാവും എന്നാണ് ട്രെയിനിങ്. പാപ്പാമാർക്ക് തന്നെ താരതമ്യമില്ല. പാപ്പാമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ആ ഗുരു, പാലകാപ്യത്തിലുണ്ട്, എന്താ അങ്ങനെ ഒരു ഗ്രന്ഥം ഉണ്ടല്ലോ, മറ്റേ ആനയെ കുറിച്ചിട്ട് ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രന്ഥം ഉണ്ട്, അതിലുണ്ടത്. അപ്പോൾ ഇതേപോലെ ആവണം നമ്മളും പ്രയോഗിക്കേണ്ടത്. നമ്മൾ കുട്ടികൾക്ക് അവർക്ക് വിഷമം വരണു എന്ന് തോന്നിക്കണം, പക്ഷേ നമ്മളായിട്ടൊന്നും ചെയ്യുവരുത്. ചില വാക്ശരങ്ങൾ അതങ്ങനെയാണ്, അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിന്ദ ചെയ്യുന്നത്, ഭക്തന്മാരെ, കുട്ടികളെ നിന്ദ ചെയ്യുന്നവരെ ഭാഗവതത്തിൻ്റെ അടുത്തേക്ക് വരണ്ട. അതേപോലെ ഈ രാജാവ് സ്വതേ കർമ്മനിരതനായിട്ട് എപ്പോഴും ഇങ്ങനെ വളരെയധികം പ്രവർത്തനം ചെയ്യേണ്ടി വരും. രാജാവ് അവിടെ വന്നിട്ടില്ലെങ്കിലും വന്നതിന് തുല്യമാണ്. ഇതിനു വേണ്ടിയിട്ട് എല്ലാ സംഗതികളും തരുന്ന ഒരു രാജാവ് വന്നിട്ടില്ലെങ്കിലും വന്നതിന് തുല്യമാണ്. അതേപോലെ ഇതിനെ തടുക്കുന്നതായിട്ടുള്ള രാജാവാണ് ആ രാജാവിനെ ഇത് അറിയിക്കുന്ന പാടില്ല എന്നാ. അതേപോലെ യോഗികൾ, തപസ് ചെയ്യുന്നവർ, അതേപോലെ എല്ലാവരാലും പൂജിക്കപ്പെടുന്നവർ, മഹാന്മാർ, ഇവരെയൊക്കെ അധിക്ഷേപിക്കുന്നു എങ്കിൽ, സാത്വികരായിട്ടുള്ള രാജാക്കന്മാരെ
ഇപ്പോൾ പരീക്ഷത്തിനായാലും അംബരീഷനെയും ഒക്കെ നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ ആ പ്രദേശത്തേക്ക് അടുപ്പിക്കണ്ട. അവരിനി കോടികൾ തന്നാലും വേണ്ട, അതിന് പുല്ല് വിലയുള്ളൂ. രാവണൻ്റെ സ്വർണ്ണ നഗരി, സ്വർണ്ണലങ്ക എപ്രകാരത്തിലാണോ ഈ സീതയെ പോലെ ഈ വാനരന്മാരെ പോലെ അവർ ത്യജിച്ചത്, അവർക്ക് ആവശ്യമില്ല. അത് അവർക്ക് ലെവലേശം ആവശ്യമില്ല. രാമൻ മാത്രമേ വേണ്ടൂ, കാട്ടിലെ രാമൻ മതി. രാമൻ തന്നെ ഈ അയോധ്യയ്ക്ക് വേണ്ട, ഞാൻ കാട്ടിൽ പോയിക്കോളാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് ആവണം ഭാഗവതന്മാർ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇവരെയൊക്കെ സാത്വികരായിട്ടുള്ള ആരെങ്കിലും നിന്ദിക്കുകയോ അവരിന് എത്ര മഹാന്മാരായാലും ശരി അവർ ഭാഗവതത്തെ നിന്ദിക്കുകയോ ചെയ്തു വെച്ചാൽ അങ്ങനത്തെ ആളുകളെ ഇതിലേക്ക് കൂട്ടണ്ട. ഇന്ന് നമ്മൾക്ക് അതൊക്കെ കാണാൻ സാധിക്കും. കരികാലമായതുകൊണ്ട് നമ്മൾ കേമന്മാരാണ് എന്ന് വിചാരിക്കുന്ന പല വിഷയങ്ങളിലും കേമന്മാരായിരിക്കുകയും ചെയ്യും. പക്ഷേ അവർക്ക് ഈ ഭാഗവതത്തിനോട് ചെറിയ ഒരു വിമുഖത ഉണ്ട്. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ അവരുടേതായിട്ടുള്ള ആ പാണ്ഡിത്യം അവർക്ക് കിട്ടിയിട്ടില്ല. അവർക്ക് കുറേ വിദ്യകൾ അറിയാം, അത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആ വിദ്യയിൽ പറഞ്ഞിരിക്കുമ്പോൾ വേദജ്ഞനാണെന്ന് കൂട്ടുക. വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭാഗവത, കാരണം വേദസാരാ ഭാഗവതം. അപ്പോൾ ഭാഗവതത്തിനെ നിന്ദിച്ചാൽ എന്തായി? അതിപ്പോൾ വൈദികമായാലും ശരി, താന്ത്രികമായാലും ശരി, ഭരണകർത്താക്കളായാലും ശരി, ഗുരുക്കന്മാരുണ്ട്, മാഷന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ഭാഗവതത്തിനെ നിന്ദിക്കണമെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ അതിലുള്ള ഭഗവാനെ അവർക്ക് കിട്ടിയില്ല. കാരണം ഭാഗവതത്തിലാണ് ഭഗവാനുള്ളത്. അതിൽ ഭഗവാനുണ്ട്, അവർക്ക് വിളിച്ചു വരുത്താൻ പല ബുദ്ധിമുട്ടാണ്. നമുക്കതൊന്നും വേണ്ട. നമുക്ക് ഭാഗവതം മുമ്പിൽ വെച്ചാൽ നമ്മളെ വിളിക്കേണ്ട, വന്നു കയ്യിൽ വെച്ചാൽ മതി. അതാണ് ഭാഗവതം. കാരണം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി, അത്ര ഉറപ്പാണ് ഭാഗവതത്തിൻ്റെ കാര്യത്തിൽ, അത്ര ഉറപ്പാണ്. അപ്പോൾ അങ്ങനത്തെ ഭക്തന്മാരായിട്ടുള്ള ഈ ഭാഗവതന്മാരെ ഒന്നും അറിയില്ല, ഒരു ജ്ഞാനവും ഇല്ല, അക്ഷരം കൂട്ടി വായിക്കാൻ അറിയില്ല. പക്ഷേ ഭാഗവതത്തിനോട് ഭക്തിയുണ്ട്. അവരെ ആര് ബഹുമാനിക്കണം? ഈ മഹാമാഷന്മാരെ ബഹുമാനിക്കണം. അതാണ് അതിൻ്റെ നിയമം. അതിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ നിന്ദകരെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണ്ട. ഈ ഭക്തന്മാരെയോ ഭാഗവതത്തിനെയോ ഭഗവാനെയോ ഈ ആചാര്യനെയോ നിന്ദിക്കുന്ന ഒരാൾ എത്ര കേമനായാലും അയാളെ അങ്ങോട്ട് കൊണ്ടുവരുത്തണ്ട. ഇപ്പം ഇത് പറഞ്ഞു വരുന്നത് നിഷേധം, അതേപോലെ ഇതിനെന്തെങ്കിലും ഉണ്ടോ സംശയം എന്ന രീതിയിലുള്ള ഒരാളെ പോലും അവിടേക്ക് വരുത്തണ്ട. അത്രയ്ക്കുണ്ട്. സ്ത്രീ രാജ മഹതാം, സ്ത്രീകളെ നിന്ദിക്കുന്നവരെ ഇങ്ങോട്ട് വരുത്തണ്ട. രാജാക്കന്മാരെ നിന്ദിക്കുന്നവരെ ഇങ്ങോട്ട് വരുത്തണ്ട. മഹത്തുക്കളെ മഹാത്മാക്കളെ നിന്ദിക്കുന്നവരെ ഇങ്ങോട്ട് വരുത്തണ്ട. നിന്ദാം വർജയേത്, അവരെ ഒഴിവാക്കുക തന്നെ വേണം. യഹ കഥാവ്രതി, ആരാണോ കഥാവ്രതം സ്വീകരിച്ചിരിക്കുന്നത് അവര്. വേദ വൈഷ്ണവ വിപ്രാണാം, വേദത്തെ നിന്ദിക്കുന്നവര്, വിഷ്ണു ഭക്തന്മാരെ നിന്ദിക്കുന്നവര്, ബ്രാഹ്മണരെ നിന്ദിക്കുന്നവര്, ഗുരു ഗോ വ്രതിനാം, ഗുരുക്കന്മാരെ നിന്ദിക്കുന്നവര്, പശുക്കളെ നിന്ദിക്കുന്നവര്, പശുഹിംസകരുണ്ടല്ലോ, കാളയും പശുവിനെയൊക്കെ തിന്നുന്നവർ, അത് വേണ്ട. അപ്പോൾ അങ്ങനത്തെ ഒരു വരണ്ട അങ്ങോട്ട്. അതേപോലെ വ്രതം, എന്തൊക്കെയാ വ്രതം? വിഷ്ണു ദീക്ഷ ഒരു വ്രതമാണ്, ഗുരുസേവ വ്രതമാണ്, പശുപാലനം വ്രതമാണ്, ബ്രാഹ്മണ സേവ ഒരു വ്രതമാണ്, വേദ ഉപാസന ഒരു വ്രതമാണ്. അങ്ങനെയുള്ള വ്രതികളെ നിന്ദിക്കുന്നവരെ ഇങ്ങോട്ട് വരുത്തണ്ട. അതേപോലെ സ്ത്രീകളെ, രാജാക്കന്മാരെ, മഹാത്മാക്കളെ, ഭക്തന്മാരെ നിന്ദിക്കുന്നവർ ഈ ഭാഗവത വേദിയിലേക്ക് വരണ്ട. അവരെ ഒഴിവാക്കിക്കോളൂ. അവരെ ഒഴിവാക്കുക തന്നെ വേണം ഈ കഥാവ്രതി. വേദ വൈഷ്ണവ വിപ്രാണാം ഗുരു ഗോവ്രതിനാം തഥാ സ്ത്രീ രാജമഹതാം നിന്ദാം വർജയേദ്യ കഥാവ്രതി. ഇപ്പോൾ 51-ാമത്തെ ശ്ലോകം നമ്മൾ പറഞ്ഞു. സത്യം പറഞ്ഞാൽ 2 ശ്ലോകമേ പറഞ്ഞിട്ടുള്ളൂ, 3 ശ്ലോകം വേറെയാണ്. 13-ാമത്തെ ഭാഗമായിട്ട് ഭാഗവത മഹാത്മ്യത്തിലെ 6-ാമത്തെ അധ്യായം യജ്ഞവിധി, അതിൽ 50-ഉം 51-ഉം 2 ശ്ലോകങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതിൽ 47, 48, 49 ശ്ലോകങ്ങൾ ഇൻ ബിറ്റ്വീൻ അഡീഷണലാണ്. അപ്പോൾ ശ്ലോകത്തിൻ്റെ സംഖ്യയ്ക്ക് വ്യത്യാസം വരാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയുമ്പോൾ എണ്ണത്തിന് വ്യത്യാസം വരാം. അത് എല്ലാവരും ശ്രദ്ധിക്കുക. ശ്രീ ഗുരുവായൂരപ്പ നാരായണ നാരായണ നാരായണ.
ഇത് 103 ശ്ലോകമൊക്കെയാണ് വരുന്നത്. 103, 106 ഇങ്ങനെയൊക്കെ പല ലേശമൊക്കെ വ്യത്യാസം ഉണ്ടാവും. അത് വ്യാഖ്യാനം കിട്ടിയ ശ്ലോകങ്ങളൊക്കെ ഇതിൽ പണ്ഡിറ്റ് ഗോപാലൻ നായർ ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടും പൂരം മുഴുവനായിട്ടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് സാരില്ല, അതിലുള്ളത് പറയാം, അത്രയേ ഉള്ളൂ. ഞാൻ അതാണല്ലോ പറയണത്. അപ്പോൾ അതുകൊണ്ട് ഈ പുസ്തകം വെച്ച് നോക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ അവർക്കത് കിട്ടാണ്ടിയും പറ്റില്ല. ഈ പുസ്തകത്തിലില്ലാത്ത മറ്റ് പുസ്തകങ്ങൾ വ്യാഖ്യാനങ്ങൾ നോക്കുന്നവരുണ്ടാവും. അവർക്ക് ചിലപ്പോൾ അതിൽ കണ്ടില്ല എന്ന് വരും. അപ്പോൾ അവർ കേൾക്കുക. ശ്ലോകത്തിൻ്റെ നമ്പർ പറയുമ്പോൾ ചിലപ്പോൾ വ്യത്യാസമായിട്ട് തോന്നാം. അപ്പോൾ ശ്ലോകത്തിൻ്റെ നമ്പറിൽ അത്ര കണക്കാക്കണ്ട, മറിച്ച് ഇതിൽ പറഞ്ഞ ശ്ലോകം അതിലുണ്ടാവുമല്ലോ, അതിലുള്ള ശ്ലോകങ്ങളെ അതിനനുസരിച്ച് മനസ്സിലാക്കുക. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ 6 അധ്യായം 5 അധ്യായം കഴിഞ്ഞു. ഏതെങ്കിലും ശ്ലോകങ്ങളിൽ സംശയമുണ്ടെങ്കിൽ അത് ഗ്രൂപ്പിൽ ശ്ലോകം പറയുക, വോയിസ് ആയാലും മതി, വായിച്ചിട്ടാൽ മതി. അപ്പോൾ അതിൽ ഇന്നതുണ്ട് സംശയം. എഴുതാൻ പറ്റാത്തവരുണ്ട്, കാരണം എല്ലാവരും മുത്തശ്ശിമാരാണ്, എല്ലാവർക്കും അത്രയ്ക്ക് ഇത് ഉപയോഗിക്കാൻ അറിഞ്ഞോളന്നില്ല. അപ്പോൾ അതേപോലെ ഇതിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തിരുമേനിക്ക് എന്താ തോന്നുക, അല്ലെങ്കിൽ മറ്റേ കേൾക്കണവർക്ക് എന്താ തോന്നുക, അങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ട. ഇതിൽ മാനാപമാനമില്ല. അത് കാരണം ഇത്രയേ ഉള്ളൂ, സംശയം വരെ എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന സംശയമല്ല, നമുക്കതിൻ്റെ അർത്ഥം അറിയാത്തതുകൊണ്ടുള്ള അത്രയേ ഉള്ളൂ. സംശയം എന്നുള്ളത് ഭാഗവതം പറയുന്ന സംശയം നിന്ദാ സംശയമാണ്. സംശയങ്ങൾ പലതരത്തിലുണ്ട്. അപ്പോൾ ഇതിൽ അർത്ഥത്തിൻ്റെ സംശയമാണ്. അപ്പോൾ അത് മനസ്സിലാവായിക. അങ്ങനെ അത് 1-ാമത്തെ അധ്യായം മുതൽ ഈ ഭാഗവതം മഹാത്മ്യം കഴിയുന്നത് വരെ നിങ്ങൾ എപ്പോഴായാലും ഏത് ശ്ലോകം വേണിച്ചാലും ചോദിച്ചോളൂ. അത് വോയിസ് ആയിട്ട് ഇട്ടാൽ മതി. ഇനി അതല്ലെങ്കിൽ വിളിച്ചോളൂ. 7558012135 എൻ്റെ ഫോൺ നമ്പർ. വിളിച്ചോളൂ. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല വിചാരിച്ച് പരിഭ്രമിക്കണ്ട. ഞാൻ ഇന്നയാളാണെന്നൊക്കെ പറഞ്ഞിട്ട് വോയിസ് ഇട്ടാലും മതി. അപ്പോൾ ഞാൻ സാധാരണ എനിക്ക് വിളി വന്നു കഴിഞ്ഞാൽ അപ്പം എടുക്കാൻ പറ്റിയില്ല വെച്ചാൽ പിന്നീട് തിരിച്ച് വിളിക്കാറുണ്ട്. ഈ കർക്കിടക മാസമായതുകൊണ്ട് ഒരു തിരക്കുണ്ട്, അത്രയേ ഉള്ളൂ. കാരണം അവിടെ ഇവിടെയൊക്കെ വായന ഏറ്റവുകൊണ്ട് അതങ്ങനെ ചെയ്യുന്നുണ്ട്. ശ്രീ ഗുരുവായൂരപ്പ. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞു വന്നത്, എല്ലാവർക്കും ഇതിൻ്റെ മുഴുവൻ സാരവും മനസ്സിലാവണം എന്ന് മോഹിക്കണു. ഭാഗവത ഉപാസകൻ, ഭാഗവത പ്രചാരകൻ, അങ്ങനെ ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. എല്ലാവർക്കും ഇതിൻ്റെ ഗുണഫലത്തെ ലഭിക്കാൻ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ. നാരായണ 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 നാരായണ. നമോ ഭഗവതേ വാസുദേവായ.